ബ്യൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എ ഡേ ഇൻ മൈ ലൈഫ് ഇടോ എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതാണ് നിങ്ങൾക്ക് ബോറടിക്കൊന്നുമില്ലല്ലോ അല്ലേ? ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്ന സൺഡേ ആണ്. സൺഡേ എന്ന് പറഞ്ഞൊരു ഒഴിവുള്ള ദിവസമാണല്ലോ. ഓൺലൈൻ ക്ലാസ്സുകളില്ല, ഹോംവർക്കുകളില്ല, നല്ല റിലാക്സ് ആയിട്ട് കളിക്കാൻ പറ്റുന്നൊരു സമയമാണല്ലോ, ദിവസമാണല്ലോ സൺഡേ. അപ്പോൾ ഞാൻ സൺഡേ ആകുമ്പോൾ എണീക്കാൻ ഒരു 10-10:30 ആവും. ഞാൻ ഉമ്മയായിട്ട് അടി കൂടിയിട്ടാണ് എണീക്കാറ്. ബ്രഷ് ചെയ്യട്ടെ. എൻ്റെ ഫേവറേറ്റ് കട്ടൻ ചായയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. ഞാൻ മുറ്റത്ത് സൈക്കിളിലൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എനിക്ക് അങ്ങനെയൊക്കെ കഴിച്ചാൽ എനിക്ക് അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം. നിങ്ങൾ വിചാരിക്കും ഞാൻ യൂട്യൂബ് എടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുകയാണെന്ന്. പക്ഷെ അല്ല, എനിക്കൊരു മിനിറ്റ് അടങ്ങി നിൽക്കാൻ പറ്റില്ല. സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കംപ്ലൈൻറ്റ് അത് മാത്രമാണ്. ഞാൻ ഫുൾ ടൈം ആക്റ്റീവാണ്. നമുക്കിനി ഒന്ന് കിച്ചൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാലോ? അടിപൊളി. ഉമ്മ ചപ്പാത്തി പരത്തുന്നുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ പൊടിയിൽ കളിക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഉമ്മേൻ്റെ കൂടെ ചപ്പാത്തി പരത്താറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചപ്പാത്തി പരത്തും. ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കാം. ഇന്ന് അമ്മയുടെ ട്രഡീഷണൽ ഫുഡായ ഈന്തുംപൊടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. നിങ്ങൾ ഈന്തുംപൊടി കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എനിക്കിത് ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ കൂടെ ഇങ്ങനെ വെറുതെ കളിക്കാൻ വേണ്ടിയൊക്കെ അവരുടെ കൂടെ കൂടുകയാണ്. ഈന്തുംപൊടിയും ബീഫും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുക. ചേച്ചിക്കുട്ടനെ രാവിലെ 6 മണിക്ക് ജോയിൻ ചെയ്ത വൈകുന്നേരം 6 മണിക്കാണ് ചേച്ചിക്കുട്ടൻ ലോഗ് ഔട്ട് ആവുക. ചേച്ചിക്കുട്ടൻ്റെ വീട് ഇവിടെ അടുത്താണ്. സരോജിനി എന്നാണ് പേര്. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ചേച്ചിക്കുട്ടൻ എന്ന് വിളിച്ച് അങ്ങനെ ആയി. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു മിനിറ്റ് അടങ്ങി നിൽക്കാൻ പറ്റില്ല എന്ന്. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തത് വെള്ളത്തിൽ കളിയാണ്. ഞാൻ ചെടി നനക്കാനാണ് എന്നുള്ള രീതിയിൽ ഹോസ് അടിച്ച് മാറ്റി. സൺഡേസിൽ മുറ്റത്ത് നിന്ന് തന്നെ നല്ല കുളി പാക്കും. കുറേ സോപ്പിൽ കളിക്കും, കുറേ വെള്ളത്തിൽ കളിക്കും, കുറേ സൈക്കിളിൽ കളിക്കും. 2 മണിക്കൂർ എടുക്കും ആ കുളി തീരാനായിട്ട്. ഞാൻ മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഇത് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഞാൻ എന്നിങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല. എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. വാട്ടർ പ്രൂഫ് ലൈനറാണ്. ഇത് ലിക്വിഡ് ലൈനറാണ്. ഇത് ഐലൈനർ പെന്നാണ്. ഇത് ഞാൻ ഇടുന്നത് മുഖം വെളുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൗഡറാണ്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഐഷാഡോ ആണ്. കണ്ണിനൊക്കെ നിറം കൊടുക്കുന്നത് ഐഷാഡോ ആണ്. ഞാൻ ബ്ലാക്ക് കളറ് ഐബ്രോ പെൻസിലല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ബ്രൗൺ ഐലൈനർ അല്ല ഐബ്രോ പെൻസിലാണ്. ഇത് ലിപ്സ്റ്റിക്കിൻ്റെ പാലറ്റാണ്. പിന്നെ ഇത് ലിപ് ഗ്ലോസ് ആണ്. ഇത് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ചിലപ്പോൾ ഇത് യൂസ് ചെയ്യും, ഇന്ന് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ മേക്കപ്പൊന്നും അധികം യൂസ് ചെയ്യാറില്ല. എനിക്ക് മേക്കപ്പ് ചെയ്യുന്ന ഇഷ്ടമായത് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചത്. അടിപൊളിയല്ലേ? സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബോട്ടിൽ ബേസ് കോട്ട് അടിച്ച് ഉണങ്ങാൻ വയ്ക്കും. ഗ്രാൻഡ് മദറാണ്. എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്
ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നും കഴിക്കാറ് ഗീ റൈസും പിന്നെ തൈരും ആണ്. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ മടിയാണ്. എനിക്ക് ആകെ ഇഷ്ടമുള്ള ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിയാണ്, നല്ല നെല്ലുത്തരീൻ്റെ കഞ്ഞി. അപ്പോൾ എനിക്ക് സ്വന്തം കഴിക്കാൻ തന്നെ മടിയാണ്. ഉമ്മയാണ് എനിക്ക് ഭക്ഷണം. വീട്ടിൽ കുറേ പൂച്ചയുണ്ട്, എനിക്ക് പൂച്ചകളൊക്കെ പേടിയാണ്. സ്കൂളിൽ ന്യൂസ് റീഡിങ് ഉള്ളതുകൊണ്ട് ഉച്ചക്ക് ഞാൻ പത്രമൊക്കെ എടുത്ത് വായിക്കും. എനിക്ക് ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സമയം കിട്ടുമ്പോൾ ഞാൻ ചിത്രം വരയ്ക്കും. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ഫോണുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാറുണ്ട്. എൻ്റെ ഫോണ് റെഡ്മി പോക്കോ. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് ഫോട്ടോ എടുക്കും, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ. ഇത് ഞാൻ ചെയ്ത ബോട്ടിൽ ആർട്സ് ആണ്. ഞാൻ കുറേ പേർക്ക് കൊടുത്തു. പിന്നെ ഇതിൽ ഞാൻ കുറച്ചൊക്കെ വീഡിയോ കാണിച്ചു. വിമലങ്കിലിനൊരു ബോട്ടിൽ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബോട്ടിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ഞാൻ സോൾട്ട് ഇട്ട ലൈമാണ് കുടിക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. ഇപ്പോൾ വൈകുന്നേരമായി ഞാനും അമ്മയും കൂടി നടക്കാൻ പോകും. ഞങ്ങൾ സൈക്കിള് ചവിട്ടും, ഞാനും അമ്മയും കൂടി കളിക്കും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ ഞാൻ ഈ വീട്ടിലെ ചെല്ലക്കുട്ടിയാണെന്ന്? അത് സത്യമാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ചെറിയ കുട്ടി. അതുകൊണ്ട് എനിക്ക് കുസൃതി അല്പം കൂടുതലാണ്. എനിക്ക് വലിയ ആൾക്കാരെ കുറച്ച് സംസാരം ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. കുറേ നേരം അമ്മയായിട്ട് കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സിസ്സായ മിന്നീമിനെ പിടിച്ചുകൊണ്ട് വരും. ഇതാണ് എൻ്റെ സിസ്സായ മിന്നീമി എൻ്റെ റോൾ മോഡലാണ്. മിന്നിക്ക് എന്ത് വാങ്ങിയാലും അത് എനിക്കും വേണം. കൈയൊക്കെ പൊട്ടിക്കിടക്കാണ്. പൊട്ടിയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കും. ഉമ്മിൻ്റെ സ്റ്റുഡൻറ്റ് മുർഷിദ് ബുള്ളറ്റും കൊണ്ട് വരുന്നിരുന്നു. അപ്പം മിന്നി അതെടുത്ത് ഓടിച്ചു. അപ്പം മിന്നി അത് നിർത്താൻ നോക്കിയപ്പോൾ അത് വീഴാൻ പോയി. അപ്പം വീരശൂര പരാക്രമമായ മിന്നി അത് കുഞ്ഞു കൈകൊണ്ട് ആ ബുള്ളറ്റ് താങ്ങാൻ നോക്കിയ എങ്ങനെ ഉണ്ടാവും? കൈയും പൊട്ടിക്കാലും പൊട്ടിക്കിടപ്പിലായി. താങ്ങാൻ നോക്കി. ഇനി ഞാൻ മിന്നിനെ മെല്ലെ മുറ്റത്തിറക്കട്ടെ കളിക്കാൻ. സെൽഫി എടുത്താൽ ഞാൻ 3 സെൽഫി എടുക്കും. എൻ്റെ അമ്മനോടും മിന്നീമിനോടും കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ കുറേ ചേട്ടന്മാർ ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പം ഞാനത് കുറച്ച് നേരം കാണും. രാത്രി ആകുമ്പോൾ ഞാൻ എൻ്റെ ഡോൾസുമായിട്ട് കളിക്കും. അപ്പം നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടാവും ഞാൻ പഠിക്കാറില്ലേ? ഞാൻ സൺഡേസ് അങ്ങനെ പഠിക്കാറില്ല. പിന്നെ ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഉമ്മി ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ഞാൻ
കുറച്ച് കൊച്ചു ടി വി കാണും. വീക്കെൻഡ് ആയതുകൊണ്ട് അറേബ്യൻ ഫുഡായ അൽഫാമാണ് ഇന്ന് ഡിന്നറിന്. മിന്നി നൈറ്റും പറഞ്ഞ് എന്നെ ഉമ്മ വെച്ച് കിടന്നുറങ്ങാൻ പോവാണ്. മിന്നി എപ്പോഴും പറയും എനിക്ക് ഇവിടെ ഉള്ള ഒരു ജോലി എല്ലാവർക്കും ഉമ്മ കൊടുക്കലാണ്. ഇതെന്റെ ഡിയറസ്റ്റ് ഉമ്മയാണ്. എൻ്റെ മദറും ഫാദറും ഒക്കെ എൻ്റെ ഉമ്മയാണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം